Good morning, ma'am. Yes, good morning. Good morning, Miss. Good morning, good morning. Yes, we are going for the next chapter, HMIS. Health Management Information System. നമ്മളുടെ ഈ മൊഡ്യൂളിലെ ഒരു ചാപ്റ്റർ ആണ്, 7th മൊഡ്യൂളില് 6th ചാപ്റ്റർ ആണ് കേട്ടോ. ലാസ്റ്റ് ചാപ്റ്റർ ആണ്, എന്റേതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കിട്ടിയോ ചാപ്റ്റർ എല്ലാവർക്കും? ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. യെസ്, ഹെൽത്ത് നമ്മള് ഡിപ്ലോമയില് HIS പഠിച്ചിട്ടുണ്ട് നിങ്ങൾ അല്ലെ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ? HIS. ഓക്കെ, അത് ഹോസ്പിറ്റലിന്റെ ഇൻഫർമേഷൻസ് സേവ് ചെയ്യുകയും ആവശ്യത്തിന് റിട്രീവ് ചെയ്ത് ഡാറ്റാസ് എടുത്ത് ഒക്കെ പല കാര്യങ്ങൾക്കും ആ റെക്കോർഡ്സുകൾ എന്താ പറയാ ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സേവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. ഹെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റം ഏകദേശമൊക്കെ അത് തന്നെയാണ്, പക്ഷെ ഇറ്റ് ഫോക്കസസ് ഓൺ പേഷ്യന്റ് കെയർ. പർട്ടിക്കുലർലി അത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഹെൽത്ത് ഓഫ് ദ പേഷ്യൻസ് ആണ്, അല്ലെങ്കിൽ പേഷ്യന്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റം. സോ ഇറ്റ്സ് ടേംഡ് ആസ് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പൊ എന്താണ് ഈ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്? ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് സിസ്റ്റം. അതൊരു എന്താ പറയാ സമഗ്രമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്, യൂസ്ഡ് ഫോർ മാനേജിങ് ഹെൽത്ത് കെയർ ഡാറ്റ. ഹോസ്പിറ്റൽസിലെ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റാസ്, പേഷ്യൻസ് വരുന്നു, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, അവരുടെ ഹെൽത്തിന് വേണ്ടി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ ആയിക്കോട്ടെ, പ്രൊസീജിയേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആൻഡ് റിഗാർഡിംഗ് ദ ഈച്ച് പേഷ്യന്റ്, ഓരോ പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ്, their ഓപ്പറേഷണൽ ഡാറ്റാസ്, ആൻഡ് ഓൾസോ the policy decisions. അതായത് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ അവരെടുക്കുന്ന ചില തീരുമാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്താ പറയാ ഒരു സിസ്റ്റമായിട്ട്, ഒരു സമഗ്രമായിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഹെൽത്ത് കെയർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ ഇത് കളക്ട്സ് ഡാറ്റാസ് or collects and stores data and also analyzes patient കെയറുമായിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്നു ഫോർ അനാലിസിസ്. ഇതിനു വേണ്ടിയിട്ടാ പിന്നീടുള്ള പഠനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് വിളിക്കാം. അപ്പൊ ഇൻ ഈച്ച് ആൻഡ് എവറി ഹോസ്പിറ്റൽസ് ദർ വിൽ ബി ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇറ്റ് ഇൻക്ലൂഡ്സ് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. To promote, restore and also maintain health care. എല്ലാ ആളുകൾക്കും, വരുന്ന പേഷ്യൻസിനെ എല്ലാവരുടെയും ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക, അവരുടെ ഹെൽത്ത് എന്താ പറയാ റിസ്റ്റോർ ചെയ്യുക. ഇഫ് ദേ ആർ ഇൻ പർട്ടിക്കുലർ സിറ്റുവേഷൻ ഓർ എനി കൈൻഡ് ഓഫ് ഡിസീസസ് ഓർ ഇഞ്ചുറീസ്, ഇറ്റ് ഹാസ് ടു ബി റീസ്റ്റോർഡ് ടു ദ പ്രീവിയസ് സ്റ്റേജ്. ഒരാൾക്കുണ്ടാകുന്ന രോഗങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ്, അതൊക്കെ മാറ്റി അവരെ റീസ്റ്റോർ ചെയ്യുക, അവരുടെ ശരിയായ രീതിയിലേക്ക് അവരെ കൊണ്ടുവരിക, അവരുടെ ഹെൽത്ത് മാനേജ് ചെയ്യുക. ഫോർ ഓൾ ദീസ് പർപ്പസ്, ഫോർ ദീസ് ആക്ടിവിറ്റീസ്, the health system include health management information system. So I think they have to collect data regarding that particular patient from different departments. അപ്പൊ എന്ത് ചെയ്യണം? ഇവരുടെ ഹെൽത്ത്, ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റാസ് എവിടെ കിടക്കായിരിക്കും? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കും കിടക്കുന്നത്. നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നു അല്ലെ, കൺസൾട്ടേഷന് വേണ്ടി പോകുന്നു, മരുന്നിന് വേണ്ടി ഫാർമസിയിൽ പോകുന്നു, ഇപ്പൊ എന്തെങ്കിലും ബ്ലഡ് ചെക്കപ്പോ അല്ലെങ്കിൽ ടെസ്റ്റോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റിന് വേണ്ടി ലാബിൽ പോകുന്നു. പിന്നെ എന്താ പറയാ എന്തെങ്കിലും ഓപ്പറേഷൻസോ
അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലും ഒക്കെ നമ്മുടെ ഇൻഫോർമേഷൻസ് ഇതായിരിക്കും. സോ ഇറ്റ് വിൽ ബി സ്പ്രെഡ് ഹിയർ ആൻഡ് ദർ അല്ലെ. ഒരു ഹോസ്പിറ്റൽ ഓർഗനൈസേഷനിൽ പല സ്ഥലത്തായിട്ടായിരിക്കും ഇത്തരം ഡാറ്റാസ് കിടക്കുക. സോ ആ ആക്ടിവിറ്റീസ് ഹാവ് ടു ബി കോർഡിനേറ്റഡ് അല്ലെ. അതെല്ലാം കൊണ്ടുവന്ന് കോർഡിനേറ്റ് ചെയ്ത് എല്ലാം കൂടി വെച്ചിട്ടാണ് ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി പ്രൊവൈഡഡ് ടു പേഷ്യൻസിന് ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഷുഡ് റെഗുലേറ്റ് കോർഡിനേറ്റ് സ്വിച്ച് എ സിസ്റ്റം. അങ്ങനെ ഒരു എല്ലാം കൂടി ചേർത്ത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം, ഒരു കോംപ്രിഹെൻസീവ് സിസ്റ്റം, അതാണ് ഹെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്ന ഹോസ്പിറ്റൽ. പക്ഷെ ഈ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടുന്ന് ഈ പറയുന്ന ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് ടു കളക്ട് ഡാറ്റ ഈസ് നോട്ട് സോ ഈസി. പെട്ടെന്ന് എല്ലാ സ്ഥലത്തുനിന്നും ഡാറ്റാസ് കളക്ട് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇറ്റ് ഈസ് കോംപ്ലക്സിറ്റീസ് ആണെന്ന് പറഞ്ഞേക്കണേ. എന്നുവെച്ചാൽ ഭയങ്കര പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്. ബിക്കോസ് ഒരുപാട് പ്രൊസീജിയേഴ്സ് നടക്കുന്ന ഒരുപാട് പേഷ്യൻസ് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറി പോകുന്നുണ്ട്. സോ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഡാറ്റാസ് പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ കളക്ട് ചെയ്യുമ്പോഴും they face many difficulties. പല തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നവർ, ഇൻഫർമേഷൻസ് വേണ്ടവരാരാണോ അത് കളക്ട് ചെയ്യുമ്പോൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. കോംപ്ലക്സ് നേച്ചർ ആണ് ഡാറ്റാസ് ഇൻ ഹോസ്പിറ്റലിന്റെ ഡാറ്റാസ് എന്ന് പറയുന്നത്. സോ ഇവിടെ പറയുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ ഓട്ടോമേഷൻ ഓഫ് പേഷ്യന്റ് റെക്കോർഡ്സ്. പേഷ്യന്റിന്റെ റെക്കോർഡുകളൊക്കെ എന്താ പറയാ വെറൈറ്റി ആയിട്ടുള്ള ഡാറ്റാസ് ആണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള. ഇപ്പൊ ഫാർമസിയിലാണെങ്കിൽ അവരുടെ മരുന്നുകളെ സംബന്ധിക്കുന്ന ഡാറ്റയാണ് അല്ലെ. ഡോക്ടറിൽ നിന്ന് കിട്ടുന്ന ആ കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഷീറ്റ് ആണെങ്കിൽ ഡോക്ടർ കണ്ടതും ഡോക്ടർ എന്തൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തു, മെഡിസിൻ ആണെങ്കിൽ അത്, ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഉണ്ടാക്കുക. പിന്നെ എന്താ പറയാ മറ്റേതെങ്കിലും ടെസ്റ്റ് ചെയ്ത ലാബിലാണെങ്കിൽ അവിടുത്തെ ബയോമെഡിക്കൽ ഫൈൻഡിങ്സ് ആണ്.
ഹലോ, സോറി, ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് അങ്ങോട്ട് ഓഫ് ആയി പോയി. സിസ്റ്റം മൊത്തത്തിൽ അങ്ങോട്ട് ഓഫ് ആയി. എന്താന്നറിയില്ല, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു. യെസ്, ഓക്കെ. എന്താ പറ്റിയെന്ന് ഞാനും പേടിച്ചു പോയി. എന്താ പറ്റിപ്പോയേ, അങ്ങനെ പെട്ടെന്ന് ബ്ലാക്ക് സ്ക്രീൻ മാത്രമേ ഫ്രണ്ടിൽ വന്നുള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് എന്താ പറയാ, സോ ദ ഹോസ്പിറ്റൽ ഈസ് എ പ്ലേസ് വേർ കോംപ്ലക്സിറ്റീസ് ഓഫ് ആക്ടിവിറ്റീസ് ടേക്ക് പ്ലേസ്. അതായത് ഒരുപാട് ആക്ടിവിറ്റീസ് ഹോസ്പിറ്റൽസിനകത്ത് നടക്കുന്നുണ്ടല്ലോ. അതായത് നമ്മളുടെ ടെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഫൈൻഡിങ്സ്, പിന്നെ ഹെൽത്ത് കണ്ടീഷൻസ് തന്നെ പല രീതിയിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണല്ലോ. ഒരാളുടെ രോഗമായിരിക്കില്ല മറ്റൊരാൾക്ക്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്റർവെൻഷൻസ്, ഓൾ ദീസ് തിങ്സ്, വെറൈറ്റീസ് ഓഫ് ഡാറ്റാസ് ആർ ദർ. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് ഡാറ്റ, ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പല ഡാറ്റാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമല്ല ഹോസ്പിറ്റലിന്റെ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇതിനെല്ലാം നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് ഒരു കോംപ്രഹെൻസീവ് സിസ്റ്റം ആക്കി മാറ്റാൻ, ബൈ പ്രൊവൈഡിങ് ഹെൽത്ത്, അതായത് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഹെൽത്തിനെ റിസ്റ്റോർ ചെയ്യാൻ, ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് നമുക്ക് എങ്ങനെ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതെങ്ങനെ നമുക്ക് എടുക്കാം, അനലൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൂടി ഉൾപ്പെട്ട ഒരു സിസ്റ്റമാണ് നമ്മുടെ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റാസിന്റെ ഈ ഒരു വെറൈറ്റികൾ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സിറ്റി നേച്ചറുള്ള ഡാറ്റാസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് സിസ്റ്റം നമുക്ക് ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യേണ്ടി വരുന്നത്. മനസ്സിലായോ? അല്ലാതെ ഹോസ്പിറ്റലിന്റെ ഇൻഫർമേഷൻ സിസ്റ്റം മേ നോട്ട് ബി ഹെൽപ്ഫുൾ ഫോർ ദാറ്റ്. അപ്പൊ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ചിലപ്പോ ശരിയായ രീതിയിൽ നമുക്കത് ഉപയോഗപ്രദമായി എന്ന് വരില്ല. അതുകൊണ്ടാണ് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം കൂടി ഹോസ്പിറ്റൽസ് ഇന്ന് ആഡ് ഓൺ ചെയ്യുന്നത്. ബിക്കോസ് ഒരുപാട് കോംപ്ലക്സിറ്റീസ് നേച്ചറിലുള്ള എന്താ പറയാ പേഷ്യൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഡിസീസസുമായിട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ ഫൈൻഡിങ്സ്, അവരുടെ രോഗങ്ങളെ കുറിച്ചുള്ള ഫൈൻഡിങ്സ്, ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നതും പല കാര്യങ്ങളും ഒക്കെ എന്താണ് ഡിഫറെന്റ് രീതിയിലാണ്. അപ്പൊ അതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ആൻഡ് നമുക്ക് അണ്ടർലൈൻ ചെയ്യാം. അണ്ടർലൈൻ ചെയ്തിട്ട് അതിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം. നിങ്ങൾ ആ സെന്റൻസുകൾ കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കുക, ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് വായിക്കുക. അങ്ങനെ കുറെ പാരഗ്രാഫായിട്ട് ഇൻഫർമേഷൻ സിസ്റ്റം ആകുമ്പോൾ തന്നെ അറിയാം കുറെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. rather than നമുക്ക് എന്താ പറയാ ഇങ്ങനെ ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതിനേക്കാള് കുറെ ഇൻഫോർമേഷൻസ് ആണ് ഈ പറയുന്ന സിസ്റ്റം ഒക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതിന് വേണ്ടൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇതിനകത്ത് കൂടുതലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ ചാപ്റ്ററിൽ. ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം HMIS ഫുൾ ഫോം പഠിക്കണം. Include all activities with the main purpose to promote, restore and maintain health for all. First sentence underline ചെയ്യാം. Okay. അടുത്തത് a health care system is quite different from a health care system. അതായത് ഹോസ്പിറ്റൽസിലാണ് ഇങ്ങനെ ഒരു സിസ്റ്റത്തിന് സെപ്പറേറ്റ് വേണ്ടി വരുന്നത്. കാരണം because ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യട്ടെ. A healthcare system is quite different from all other systems because of the complexities associated with the process and the types of data used in healthcare. അവിടെ വരെ ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത് മറ്റു സിസ്റ്റത്തിൽ നിന്നൊക്കെ ഒത്തിരി ഡിഫറെന്റ് ആണ്. കാരണം കോംപ്ലക്സിറ്റീസ് ആണ്. കാരണം കോംപ്ലക്സിറ്റി നേച്ചറിലുള്ള ഡാറ്റാസ് ആണ് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലുള്ളത്, അതായത് ഹോസ്പിറ്റൽസിൽ. കാരണം പേഷ്യൻസ് തന്നെ വിവിധ തരമാണ്. അപ്പൊ നമ്മൾ മറ്റു ബിസിനസ് ഓർഗനൈസേഷൻ നോക്കിയേ, അവിടെയും പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പിന്നെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ അവിടെയൊക്കെ ആ ഒരു പർട്ടിക്കുലർ കാര്യം മാത്രമേ നടക്കുള്ളൂ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ പർച്ചേസിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ, സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ സെയിൽസ് മാത്രമേ നടക്കുന്നുള്ളൂ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് നടക്കുന്നത്. പക്ഷെ ഒരു ഹോസ്പിറ്റൽസിലെ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ അത് ആലോചിച്ച് നോക്കിയേ, അവിടുത്തെ ഡാറ്റ കോംപ്ലക്സ് നിറഞ്ഞ ഡാറ്റാസ് ആണ്. കാരണം എന്താ, ഹോസ്പിറ്റലിൽ ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഒരു ഫാർമസി എടുക്കും. നിങ്ങൾ ഫാർമസിയിൽ ഒരു ടൈപ്പ് ഓഫ് രോഗമുള്ളവർ മാത്രമാണോ വരുന്നത്? അതൊന്ന് ചിന്തിച്ചേ നിങ്ങള്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. മനസ്സിലാവണ്ടോ നിങ്ങൾ പറയുന്നത്? മനസ്സിലാവണ്ട? ഓക്കെ.
നോക്ക്, അപ്പൊ ഒരു ഫാർമസിയില് അവിടെ വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ രോഗത്തിന് വേണ്ടി മാത്രമല്ല, ഒരുപാട് വെറൈറ്റീസ് ഓഫ് രോഗങ്ങളും ആയിട്ട് വരുന്ന എന്തുണ്ട് ആളുകൾ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മരുന്നുകളുണ്ട് അല്ലെ. അപ്പൊ അത് നോക്ക്, അവിടെ തന്നെ കോംപ്ലക്സിറ്റി ആയി. ഒറ്റ ഡിപ്പാർട്ട്മെന്റ് നോക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. ഇന്ന രോഗത്തിന് ഇന്ന പേഷ്യന്റ് വന്നിരിക്കുന്നു, അങ്ങനത്തെ എത്ര പേഷ്യന്റ് വന്നിരിക്കുന്നു, അവർക്ക് എന്തൊക്കെ മരുന്ന് വന്നിരിക്കുന്നു, വേറെ രോഗം അടുത്ത പേഷ്യന്റ് അവർക്ക് എന്തൊക്കെയോ ടെസ്റ്റിനുള്ള മരുന്നുകൾ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്തതിന്റെ എന്തെങ്കിലും ഉപകരണങ്ങള്, അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടോ. അപ്പൊ തന്നെ കോംപ്ലക്സ് നമുക്ക് മനസ്സിലാകും അവിടുത്തെ കോംപ്ലക്സിറ്റി എന്താണെന്ന്. ഓക്കെ, സോ ഇറ്റ് ഈസ് നെസസറി. അപ്പൊ അതുകൊണ്ട് ഒരു ഡിഫറന്റ് ഹെൽത്തിന് വേണ്ടി മാത്രം മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റം, ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്. അപ്പൊ ആരോഗ്യ സംരക്ഷണ മേഖലകളിൽ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയാ സെപ്പറേറ്റ് ഒരു മാനേജ്മെന്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ രണ്ട് സെന്റൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. Okay, next one. Why to have HMIS in hospital setup? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഹോസ്പിറ്റൽസിൽ സെറ്റ് ചെയ്യുന്നത്? എന്താണ് അതിന്റെ കാരണം? എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു എന്താ പറയാ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് ഇറ്റ് ഈസ് ദ മോണിറ്ററിങ് ഓഫ് ദ പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യുക അല്ലെ. പേഷ്യൻസിന്റെ അവിടെ വരുന്ന ആളുകളുടെ പോപ്പുലേഷൻ ഉദ്ദേശിക്കുന്ന പേഷ്യൻസ് ആണ്. അവർക്ക് ഏത് രീതിയിലുള്ള സർവീസ് ഹാവ് ടു ബി പ്രൊവൈഡഡ്, ഹൗ ടു യൂസ് ദ ഡ്രഗ്സ്, യൂട്ടിലിറ്റി, ആ ഡ്രഗ്സിന്റെ ഉപയുക്തത, പിന്നെ എന്താ പറയാ അതിന്റെ സ്റ്റോക്ക്, പിന്നെ അത് കൺസ്യൂം ചെയ്യുന്നതിന്റെ പാറ്റേൺസ്, എക്യുപ്മെന്റ്സ് വിച്ച് ഹാവ് ടു ബി പ്രൊവൈഡഡ്. ഹോസ്പിറ്റൽസിലുള്ള പലതരത്തിലുള്ള എക്യുപ്മെന്റുകൾ, പിന്നെ എന്താ പറയാ എക്യുപ്മെന്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന എക്യുപ്മെന്റ്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്. എന്ന് വെച്ചിട്ട് നമ്മൾ ഒരു എക്യുപ്മെന്റ് വാങ്ങിച്ചു പഴയ രീതിയിലുള്ളത്, അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ നമ്മളത് അപ്ഡേറ്റ് ചെയ്തു, വേറെ രീതിയിലേക്ക് കൊണ്ടുവന്നു, എന്തെങ്കിലും മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ അതാണ് എക്യുപ്മെന്റ് സ്റ്റാറ്റസ്. അതുപോലെ അവൈലബിലിറ്റി, അത് എക്യുപ്മെന്റ് കൃത്യസമയത്ത് നമുക്ക് അവൈലബിൾ ആണോ ഓരോ പേഷ്യൻസിനെ ഡീൽ ചെയ്യാനായിട്ട്. ഫിനാൻഷ്യൽ റിസോഴ്സസ്, പിന്നെ അവിടുത്തെ തൊഴിൽ വിഭാഗം, പേഴ്സണൽസ്, അതൊക്കെ റെഗുലർ ആയിട്ടുള്ള ബേസിസിൽ ഇതെല്ലാം തന്നെ എന്താ പറയാ ആവശ്യത്തിനുണ്ടോ അതിനെയൊക്കെ മോണിറ്റർ ചെയ്യുക. അപ്പൊ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള സിസ്റ്റത്തിൽ നിന്ന് ഹെൽത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്വൈറ്റ് ഡിഫറെന്റ്. കാരണം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, മാനേജ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് നമുക്ക് കൃത്യം സമയത്ത് നമ്മൾ നടത്തി ഡാറ്റാസ് കളക്ട് ചെയ്ത് ആൻഡ് അപ്ഡേഷൻസ് നമ്മൾ വരുത്തേണ്ടി വരും. സോ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് മോണിറ്റർ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെയാണ് it is very necessary for a health management information system in hospitals. ഇങ്ങനെ ഒരു സാധനം വേണമെന്ന് പറയുന്നതിന്റെ ആവശ്യം. ക്ലിയർ ആയോ? ആ സെന്റൻസ് മനസ്സിലായോ? ഫസ്റ്റ് സെന്റൻസ്, health management is quite different from others as it requires എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കാൻ നോക്കിയേ. മോണിറ്ററിംഗ് ഓഫ് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ദ പോപ്പുലേഷൻ, ആളുകൾ വരുന്നേം പോകുന്നേം പേഷ്യൻസ് ആണ് ഉദ്ദേശിക്കുന്ന പോപ്പുലേഷൻ, ആളുകളുടെ ഹെൽത്ത് ആരോഗ്യ സ്ഥിതി എന്താണെന്ന്, പ്രൊവിഷൻ ഫോർ സർവീസ്, അവർക്ക് കൊടുക്കുന്ന സർവീസ്, അവരുടെ കവറേജ്, അവരുടെ യൂട്ടിലിറ്റി, പിന്നെ ഡ്രഗ്സ്, അതിന്റെ സ്റ്റോക്ക്, കൺസംഷൻ പാറ്റേൺ ഒക്കെ, പിന്നെ എക്യുപ്മെന്റ്, അതിന്റെ സ്റ്റാറ്റസും അവൈലബിലിറ്റിയും, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ പേഴ്സണൽ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ഒരു റെഗുലർ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. സോ അതെല്ലാം റെഗുലർ ബേസിസിൽ മോണിറ്റർ ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒരു ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം ആവശ്യമുണ്ട്. ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ. ഹെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് വേണ്ടത്, റിക്വയർ ചെയ്യുന്നത്. ഓക്കെ, റെഗുലർ ബേസിസ് വരെ അണ്ടർലൈൻ ചെയ്യാം. So, for timely and accurate actions to be taken by the management. അതിന് ഈ പറയുന്ന പോലെ നമുക്ക് സമയോചിതമായ അല്ലെങ്കിൽ കൃത്യമായ ഒരു ഇൻഫോർമേഷൻ നമുക്ക് ഈ പറയുന്ന വലിയ സോഴ്സസിൽ നിന്ന് കളക്ട് ചെയ്യണം അല്ലെ. ഫോർ ദ ബെറ്റർമെന്റ് ഓർ ദ ഹെൽത്ത് മാനേജ്മെന്റ്, ഹെൽത്ത് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഹെൽത്ത് മാനേജ്മെന്റിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തു നിന്നും ഇൻഫോർമേഷൻസ് ടൈംലി ആൻഡ് അക്യുറേറ്റ്ലി കളക്ട് ചെയ്യണം. എങ്ങനെ ടൈംലി എന്ന് പറഞ്ഞാൽ സമയത്തിന് കിട്ടണം. ഏത് ഇൻഫോർമേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ എപ്പോഴെങ്കിലും കിട്ടിയാൽ പോരാ, അത് ടൈമിങ്ങിൽ കിട്ടണം. എന്ന് വെച്ചാൽ ഇന്ന സമയത്താണ് നമുക്ക് ആ ഒരു ഇൻഫോർമേഷൻ അവൈലബിൾ ആകേണ്ടത്. സോ ആ ടൈമിൽ കിട്ടുമ്പോഴാണ് അതിനെന്തുണ്ടാകുക, യൂസ് ഉണ്ടാകുക, അതിന് യൂട്ടിലിറ്റി ഉണ്ടാകുക അല്ലെ. അല്ലാണ്ട് 2 ദിവസം കഴിഞ്ഞിട്ടോ 1 മാസം കഴിഞ്ഞിട്ടോ കിട്ടിയിട്ട് കാര്യമില്ല. അതുപോലെ അക്യുറേറ്റ്ലി ആയിരിക്കണം. ദ കളക്ഷൻ ഓഫ് ഡാറ്റ, നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ എന്ന് പറയുന്നത് അക്യുറേറ്റ് ആയിരിക്കണം. അല്ലാതെ കൃത്യതയില്ലാത്ത ചില ഒരു പേഷ്യന്റിന്റെ കാര്യമായിരിക്കും ചിലപ്പോൾ അറിയില്ല, നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടുവരുന്നത് വേറൊരു പേഷ്യന്റിന്റെ സെയിം പേരുള്ള വേറെ പേഷ്യൻസും ഉണ്ടായിരിക്കും. സോ ഡാറ്റാസ് കളക്ടഡ് ഷുഡ് ബി ഓൾസോ
അക്യുറേറ്റ് വരിക. അപ്പൊ ഇങ്ങനെയുള്ള ടൈംലി ആൻഡ് അക്യുറേറ്റ് ഡാറ്റ കളക്ഷന് ഇൻഫർമേഷൻസ് നമുക്ക് പല സോഴ്സിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് ഒരു എന്താ പറയാ നെസസറി ആയിട്ട് വേണ്ട ഒന്നാണ് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഒരു ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ടത് വേണം. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. സോ ദാറ്റ് അങ്ങനെ വരുമ്പോ എന്ത് പറ്റും, ഇതിന് ഇങ്ങനെ ഒരു ഹെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റം, അതായത് ഹെൽത്തിനെ മാത്രം മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ, ഹെൽത്ത് സർവീസ് മാനേജേഴ്സ് ഉണ്ടെങ്കിൽ they can get accurate and also relevant, important ആയിട്ടുള്ളത്, അക്യുറേറ്റ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കറന്റ് ഇൻഫർമേഷൻസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ്. എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ പറ്റിയ അതൊക്കെ കളക്ട് ചെയ്യാൻ പറ്റിയ നല്ല ഹെൽത്ത് സർവീസ് മാനേജേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ടൈമിലി അക്യുറേറ്റ് ആയിട്ടുള്ള എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ദേ ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വീക്ക്നെസ് അല്ലെങ്കിൽ വീക്ക് പോയിന്റ്സ്, എവിടെയാണ് നമുക്ക് പോരായ്മയുള്ളത്. ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയം തന്നെ അത് നമുക്ക് കണ്ടെത്താൻ പറ്റും എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടോ. ആൻഡ് ഓൾസോ ക്യാൻ ടേക്ക് നെസസറി കറക്ഷൻ ആക്ഷൻസ്. എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ തിരുത്താൻ പെട്ടെന്ന് അതൊക്കെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ആ പോരായ്മ എങ്ങനെ നികത്താൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി they can provide more improved service, അല്ലെ, നല്ലൊരു സേവനം ഡെലിവറി ചെയ്യാനായിട്ട് പേഷ്യൻസിന് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഇതിന് വേണ്ടിയിട്ടുള്ളതാ, ടു മെയിൻറ്റെയിൻ, മോണിറ്റർ ആൻഡ് ഓൾസോ റീസ്റ്റോർ ദ ഹെൽത്ത് ഓഫ് ദ പേഷ്യൻസ്. പേഷ്യൻസിന്റെ ഹെൽത്തിനെ മോണിറ്റർ ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, അത് റീസ്റ്റോർ ചെയ്യുക, അതാണ് ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് they have to collect data from different departments. പല സ്ഥലങ്ങളിൽ നിന്നും ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും. അതും എങ്ങനെയുള്ള ഡാറ്റ, ടൈംലി ആൻഡ് അക്യുറേറ്റ് ഡാറ്റ. then only they can take necessary actions if there is some limitations. എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ അതാത് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും അതിന് കൃത്യമായ ഒരു സൊല്യൂഷൻസ് നടത്തി അല്ലെങ്കിൽ വരുത്തി ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനും പറ്റുള്ളൂ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ആ സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. വലിയ സെന്റൻസ് ആണ്, പക്ഷെ ഇമ്പോർട്ടന്റും ആണ്. കുറച്ച് ഇച്ചിരി ഇങ്ങനത്തെ ഈ തുടക്കമൊക്കെ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. കുറച്ചും കൂടെ കഴിയുമ്പോൾ സ്മൂത്ത് ആകും. എല്ലാ ചാപ്റ്ററും അങ്ങനെ തന്നെയാണ്. ബിഗിനിങ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അത് നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്താനാണ്. നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്ററിൽ നിന്നും ഡൈവേർട്ട് നമ്മൾ വേറൊരു ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എത്തണമല്ലോ. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ കുറച്ചുകൂടി ഈസി ആവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇച്ചിരി പതുക്കെ പോകുന്നത്. പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അത്രയും ഒരു കുഞ്ഞ് 2 പാരഗ്രാഫുകളാണ് നമ്മൾ എടുത്തത്. ദെൻ അടുത്തത് ഹെൽത്ത് കെയർ ഡാറ്റ. ഹെൽത്ത് കെയർ ഡാറ്റ നമുക്ക് എന്താ പറയാ, ഹെൽത്ത് കെയർ ഡാറ്റയുമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ആക്ച്വൽ ഹെൽത്ത് കെയർ ആണ്. ദാറ്റ് ഈസ് കളക്ടഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഓർ സബ്സിക്വന്റ്ലി ട്രാൻസ്ഫോംഡ് and translated into a healthcare information. Healthcare data. What do you mean by, what is the difference between data and information? അത് ആദ്യം നോക്കട്ടെ. എന്താണ് ഡാറ്റയും ഇൻഫോർമേഷനും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഡാറ്റയും ഇൻഫോർമേഷനും തമ്മിൽ ആർക്കെങ്കിലും പറയാമോ? ഡാറ്റ, ഇൻഫോർമേഷൻ, ഡാറ്റ കളക്ട് ചെയ്യുക, ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക, രണ്ടും പറയാറുണ്ട്. പക്ഷേ ഡാറ്റ എന്ന് പറയുന്നതും ഇൻഫോർമേഷനും തമ്മിൽ ഒരു എന്താ പറയാ വ്യത്യാസമുണ്ട്. ചില ആൾക്കാരത് ഇങ്ങനെ എന്താ പറയാ 2 രീതിയിൽ എന്താ പറയാ അർത്ഥവ്യത്യാസം മനസ്സിലാക്കാതെ ഉപയോഗിക്കുന്നുണ്ട്. ഡാറ്റ ഈസ് അക്യുറേറ്റ് ആൻഡ് ഇൻഫോർമേഷൻ ഓക്കെ കുറച്ചിട്ട് ഇങ്ങനെ വന്ന് ഗ്രൂപ്പ് ഓഫ് ഇൻഫോർമേഷൻ ആണ് ഡാറ്റ കളക്ടഡ് ഫ്രം ഔട്ട്സോഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഡാറ്റ എന്ന് പറയുന്നത് വിച്ച് ഇസ് കളക്ടഡ് ഡയറക്ട്ലി ഫ്രം എനി സോഴ്സ്. ഏതെങ്കിലും സോഴ്സിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെന്ന് പറയുന്നത് ഒരു റോ ഡാറ്റയാണ്. റോ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് വെച്ചാൽ നമ്മൾ അനലൈസ് ചെയ്യാതെ നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ശേഖരിക്കുന്നു. പല കാര്യങ്ങളും ആളുകളിൽ നിന്ന് എൻക്വയറി ചെയ്ത് അന്വേഷിച്ച് കണ്ടെത്തി ശേഖരിക്കുന്നു. അത് ഡാറ്റയാണ്. When it is processed, അതിനെന്താക്കുന്നു, നമ്മള് അതിനെ കുറച്ചുകൂടി പ്രോസസ്സിംഗ് നടത്തുന്നു. എന്ന് വെച്ചാൽ അനലൈസ് ചെയ്തു, അതിനകത്ത് ആവശ്യം വേണ്ടതൊക്കെ എടുക്കുന്നു, ആവശ്യമില്ലാത്തതൊക്കെ കളയുന്നു. അതിനൊരു പർട്ടിക്കുലർ ഏതെങ്കിലും കുറച്ചും കൂടി റിഫൈൻ ചെയ്തെടുക്കുക. വേണ്ടാത്തതിനേക്ക് കളഞ്ഞ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഏറ്റവും ആവശ്യം വേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എടുക്കുന്നു. ആൻഡ് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഫർമേഷൻ വിളിക്കുക. അപ്പൊ ഡാറ്റയിൽ നിന്നും ഉണ്ടാകുന്ന ഒന്നാണ് എന്ത്?
ഇൻഫോർമേഷൻ. ഡാറ്റയുടെ ഒരു പ്രോസസ്ഡ്, ഒരു റിഫൈൻഡ് ഫോം എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് നമ്മുടെ ഇൻഫോർമേഷൻ വിളിക്കാം. അപ്പൊ ഇവിടെ ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആക്ച്വൽ ഹെൽത്ത് കെയർ. നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ആക്ച്വൽ ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻസ്, നമ്മൾ കളക്ട് ചെയ്യുന്ന പല ഡാറ്റാസ് എവിടെ നിന്ന്, ചിലപ്പോൾ പേഷ്യൻസിൽ നിന്ന് നേരിട്ട് പോയി കളക്ട് ചെയ്തതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാഫിനോടോ നഴ്സസിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും റെക്കോർഡ്സിൽ നിന്ന് കളക്ട് ചെയ്തായിരിക്കാം. ഇതൊക്കെ ഡാറ്റാസ് ആണ്. ആൻഡ് അത് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഹെൽത്ത് കെയറിന്റെ കാര്യങ്ങൾക്ക് ഇൻഫോർമേഷന് വേണ്ടി നമ്മൾ ശരിയായ രീതിയിൽ അതിനെ പ്രോസസ് ചെയ്തെടുക്കുന്നു. അതാണ് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ ആയിട്ട് വരിക. ഇവിടെ നമുക്ക് ഹെൽത്ത് കെയർ ഡാറ്റയിൽ കുറച്ച് ആസ്പെക്ടുകൾ, ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ടുകൾ നമുക്ക് പറയുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് കെയർ ഡാറ്റ. ഹെൽത്ത് കെയർ ഡാറ്റയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ടുകൾ ബേസ്ഡ് ഓൺ 4 അതിനെ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന്, ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ ഡിഫൈൻഡ്. ഇത് ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റാസിൽ അതിന്റെ ആസ്പെക്ടുകളാണ്. ഒന്നാമത്തേത് ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ ഡിഫൈൻഡ്. എന്താണ് ഹെൽത്ത് കെയർ ഡാറ്റ? അതിന്റെ ബ്രാക്കറ്റിൽ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ഹെൽത്ത് ഡാറ്റ ആൻഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ. ഹെൽത്ത് കെയർ ഡാറ്റ എന്താണ്, ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ എന്താണ്? ഡാറ്റ നമ്മളിങ്ങനെ നേരിട്ട് കളക്ട് ചെയ്യുന്നത്, അതിൽ നിന്ന് നമ്മൾ നമ്മളുടെ ഇൻഫോർമേറ്റീവിലേക്ക് വേണ്ടിയിട്ട്, ഇൻഫോർമേഷന് വേണ്ടി നമ്മൾ അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തി, അത് എത്ര എന്താ പറയാ, അതിന്റെ ട്രാൻസ്ഫോർമേഷൻ നടത്തി, അല്ലെങ്കിൽ റിഫൈനിങ് നടത്തി, പ്രോസസ്സിംഗ് നടത്തി നമ്മൾ അതെങ്ങനെ ഉപയോഗിച്ചു, അതാണ് എന്താ പറയാ ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. അതാണ്. അപ്പൊ അത് തമ്മിലുള്ള അതൊരു ആസ്പെക്ട് ആണ് ഹെൽത്ത് കെയർ ഡാറ്റ ഇൻഫോർമേഷൻ ഡിഫൈൻഡ്. സെക്കൻഡ് വൺ, ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ സോഴ്സസ്. മീൻസ് ആ ഹെൽത്ത് കെയർ ഡാറ്റ നമ്മൾ എവിടെ നിന്ന്, ഏത് സോഴ്സിൽ നമ്മൾ കളക്ട് ചെയ്തു എന്നുള്ളത്. വേർ ഡസ് ഹെൽത്ത് ഡാറ്റ ഒറിജിനേറ്റ് ആൻഡ് വൈ? എവിടെ നിന്നാണ് നമുക്ക് ആ ഒരു ഹെൽത്ത് കെയർ ഡാറ്റ കിട്ടിയത്, അത് എന്തുകൊണ്ട്? When does the health care become health care information? എങ്ങനെയാണ് ഹെൽത്ത് കെയർ എന്താ പറയാ ഇൻഫോർമേഷൻ ആയിട്ട് മാറിയത്? ഹെൽത്ത് കെയർ ഡാറ്റ എങ്ങനെ അത് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ ആയിട്ട് മാറി? അതെപ്പോഴാണ് അങ്ങനെ മാറിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ മാറ്റി എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ. അതാണ് രണ്ടാമത്തെ ആസ്പെക്ട് വരാം. ഇത് ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ സോഴ്സസ്. ആദ്യത്തേതാണ് ഹെൽത്ത് കെയർ ഡാറ്റ ഇൻഫോർമേഷൻ ഡിഫൈൻഡ് ആയിരുന്നു ആദ്യത്തെ പറഞ്ഞത്. രണ്ടാമത്തേത് ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷന്റെ സോഴ്സ് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത്. ഓക്കെ, അടുത്തത് ഹെൽത്ത് കെയർ ഡാറ്റ യൂസസ്. എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു? ഹൗ ഡു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഡു യൂസ് ഡാറ്റ? ഈ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് എങ്ങനെയാണ് ഹെൽത്ത് കെയർ ഡാറ്റയെ ഉപയോഗിക്കുന്നത്? ഇനി അത് മാത്രമല്ല, വാട്ട് ഈസ് ദ ഇമ്പാക്ട് ഓഫ് ദ ട്രെൻഡ് ടുവേർഡ്സ് അനലിറ്റിക്സ് ആൻഡ് ബിഗ് ഡാറ്റ ഓൺ ഹെൽത്ത് കെയർ ഡാറ്റ? അതായത് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റാസ് അതൊക്കെ കുറച്ച് ഭയങ്കര ലാർജ് ഒക്കെ ആയിരിക്കും, ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരിക്കും കളക്ട് ചെയ്യുമ്പോൾ. അതിൽ നമ്മൾ അനലിറ്റിക്കലായിട്ട് നമ്മൾ അവലോകനം ചെയ്ത് അതിനെ തിരിച്ച് ട്രാൻസ്ഫോർം ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഇമ്പാക്ട് എന്താണ്? അതൊരു ഇൻഫോർമേഷൻ ആക്കി മാറ്റിയപ്പോൾ അതിന്റെ ഒരു റിസൾട്ട്, അതിന്റെ ഒരു ഇമ്പാക്ട് എന്താണ്? അതാണ് ഹൗ ഹെൽത്ത് കെയർ ഡാറ്റ ഈസ് യൂസ്ഡ്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഹൗ കെയർ ഡാറ്റ, ഹെൽത്ത് കെയർ ഡാറ്റ യൂസസ്, അതിന്റെ യൂസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ ആസ്പെക്ട് ആണ് ഹെൽത്ത് കെയർ ഡാറ്റ ക്വാളിറ്റി ആണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ടുള്ള ഹെൽത്ത് ഡാറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഹൗ ഡസ് ദ ക്വാളിറ്റി ഓഫ് ഡാറ്റ അഫക്ട് ഇറ്റ്സ് യൂസ്? നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഉപയോഗവും അതിന്റെ ക്വാളിറ്റിയും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഫക്റ്റീവ്നെസ് ഉണ്ടോ? അതാണ് നാലാമത്തേത്. ഏത്? ഹെൽത്ത് കെയർ ഡാറ്റ ക്വാളിറ്റി. 4 ആസ്പെക്ടുകളാണ് ഹെൽത്ത് കെയർ ഡാറ്റയ്ക്ക് ഉള്ളത്. ആ 4 ആസ്പെക്ടുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. എന്റെ ബ്രാക്കറ്റിൽ ഉള്ളതൊന്നും നമുക്ക് ആവശ്യമില്ല. ഏതാണ്? ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ ഡിഫൈൻഡ്, ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ സോഴ്സ്, ഹെൽത്ത് കെയർ ഡാറ്റ യൂസസ് ആൻഡ് ഹെൽത്ത് കെയർ ഡാറ്റ ക്വാളിറ്റി. ഈ പറയുന്ന കാര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് ഒരു ഹെൽത്ത് കെയർ ഡാറ്റ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് when they are collecting data they have to keep in mind these 4 aspects. ഈ 4 കാര്യങ്ങൾ ആസ്പെക്ടുകൾ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ ചിന്തയിൽ പ്ലാനിങ്ങിൽ ഉണ്ടാകണം ഈ ഹെൽത്ത് കെയർ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത്. ഏതൊക്കെയാണ്? ഹെൽത്ത് കെയർ ഡാറ്റ ഏതാണ്, അതിന്റെ ഇൻഫോർമേഷൻ എന്താണോ അത് ഡിഫൈൻ ചെയ്തിരിക്കുക. അടുത്തത് ഹെൽത്ത് കെയർ ഡാറ്റയും അതിന്റെ സോഴ്സ് എവിടെ നിന്നാണ്, ആ ഇൻഫോർമേഷൻ നമ്മൾ എവിടുന്നൊക്കെ ഏത് സോഴ്സിൽ നിന്നൊക്കെയാണ് എടുത്തത്. പിന്നെ ഹൗ ഹെൽത്ത് കെയർ ഡാറ്റ യൂസസ്, എങ്ങനെയാണ് ഹെൽത്ത് കെയർ ഡാറ്റാസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് അതിന്റെ ക്വാളിറ്റിയാണ്, ഹെൽത്ത് കെയർ ഡാറ്റയുടെ ക്വാളിറ്റി. 4 ആസ്പെക്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? ബ്രാക്കറ്റിലുള്ളത് വേണ്ട.
ഈ ആദ്യത്തെ പേജുകളിലൊക്കെ കുറച്ച് അണ്ടർലൈൻ ചെയ്യുന്നത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാട്ടോ. ബാക്കിയൊക്കെ ഒന്ന് വെറുതെ വായിച്ചു നോക്കാം. ഒന്ന് വായിച്ചു നോക്കിയാ 4 പോയിന്റ് അതിന്റെ മുകളിലുള്ളതും. ഫോർ പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യാട്ടോ. യെസ്, അപ്പൊ നമുക്ക് ഇനി അതിനകത്ത് ഓരോന്നും ഇവർ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് അടുത്തത് എന്താ? ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ ഡിഫൈൻഡ് ആണ്. ഹെൽത്ത് കെയർ ഡാറ്റ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെൽത്ത് കെയർ ഡാറ്റയും ഹെൽത്ത് കെയർ ഇൻഫോർമേഷനും മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ യൂസ് ഇറ്റ് ഇന്റർചേഞ്ചബിളി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെ പരസ്പരം അർത്ഥ വ്യതിയാനമില്ലാതെ പലവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഹെൽത്ത് കെയർ ഡാറ്റയും ഹെൽത്ത് കെയർ ഇൻഫോർമേഷനും. രണ്ടും ഒന്നാണെന്ന രീതിയിൽ ചില ആളുകൾ അതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ദർ ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹെൽത്ത് കെയർ ഡാറ്റയും ഹെൽത്ത് കെയർ ഇൻഫോർമേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ക്ലിയർ അല്ലാത്തതുകൊണ്ട്, ആ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് ആളുകൾ ഇത് ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അർത്ഥ വ്യത്യാസം അറിയാതെ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് കെയർ ഡാറ്റ എന്ന് ഉപയോഗിക്കേണ്ടവർക്ക് ചിലപ്പോൾ ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ ഉപയോഗിക്കും, ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ ഉപയോഗിക്കേണ്ടവർക്ക് ഹെൽത്ത് കെയർ ഡാറ്റ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ആക്ച്വലി അതിന്റെ യൂസേജിൽ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ? ഹെൽത്ത് കെയർ ഡാറ്റ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഡാറ്റാന്റെ ഒരു പ്രോസസ്ഡ് ഫോമാണ്. ഹെൽത്ത് കെയർ ഡാറ്റ പ്രോസസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? health care information കിട്ടും. That means the difference between health data and health information എന്ന് പറയുന്നത് health data, health care data is the raw health facts. എന്ന് വെച്ചാൽ raw എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മളിങ്ങനെ കളക്ട് ചെയ്ത അതേ പണിയുള്ളത്. ഇപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് അവിടുത്തെ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന കുറെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കുന്നു. എന്തെങ്കിലും ചിലപ്പോൾ ചില പഠനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ പ്രോസ്പെക്ട് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ചില പ്ലാനിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം. വി ആർ കളക്ടിങ് സച്ച് ഡാറ്റ. അങ്ങനെ നമ്മൾ കുറെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് വേണ്ടുന്നതും വേണ്ടാതൊക്കെ ഞാൻ ഇങ്ങനെ എഴുതിയെടുത്തോ നോട്ട് ചെയ്തോ കൊണ്ടുവരുന്നു. അത് അങ്ങനെ ആ കൊണ്ടുവന്ന് വെച്ച അതേ പണി അതിനെയാണ് നമ്മൾ ഹെൽത്ത് കെയർ ഡാറ്റ എന്ന് വിളിക്കുക. അതേസമയം അത് എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ റിഫൈൻ ചെയ്ത് എന്റെ ആവശ്യത്തിന്, എനിക്ക് എന്തിനു വേണ്ടിയിട്ടാണോ ഞാൻ ആ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ആ രീതിയിലേക്ക് ഞാൻ അതിനെ പ്രോസസ് ചെയ്തെടുക്കും. മാറ്റി ആവശ്യപ്പെട്ടതൊക്കെ എടുക്കുന്നു, ആവശ്യമില്ലാത്തതൊക്കെ അവിടെ ഇരുന്നോട്ടെ കുഴപ്പമില്ല. എനിക്ക് എന്റെ ആവശ്യത്തിന് വേണ്ട ഡാറ്റാസ് ഒക്കെ എടുക്കുന്നു. അത് പ്രോസസ് ചെയ്തെടുക്കുമ്പോൾ അതെന്തായി? ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ ആയി. മനസ്സിലായോ? ആ ഹെൽത്ത് കെയർ അതിനെയാണ് നമ്മൾ ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ എന്ന് വിളിക്കുക. ഹെൽത്ത് കെയർ ഡാറ്റ എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യുന്നറിയോ? ഇങ്ങനെ വളരെ എന്തെങ്കിലും ഫിഗറുകളായിട്ടോ സിംബൽസ് ആയിട്ടോ അല്ലെങ്കിൽ ചില ക്യാരക്ടേഴ്സ് ആയിട്ടോ ചില വേർഡുകൾ മാത്രമായിട്ടോ നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് ഇങ്ങനെ വരച്ച് നീട്ടിയൊന്നും എഴുതില്ല. ആവശ്യത്തിന് ചില ചുരുക്കി നമ്മൾ എഴുതി വെക്കും. കാരണം അത് റോ ഡാറ്റയാണ്. ഇനി അതിനെ നമ്മൾ എന്നിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് പ്രോസസ് ചെയ്ത് നല്ല രീതിയിൽ ഭംഗിയിലാക്കി ഇൻഫോർമേഷൻ പോലെ ആക്കും. മനസ്സിലായി? അതുകൊണ്ട് ഹെൽത്ത് കെയർ ഡാറ്റ എന്ന് പറയുന്നത് അത് എങ്ങനെ സ്റ്റോർ ചെയ്യുന്ന പറയുന്നത് ക്യാരക്ടേഴ്സ്, വേർഡ്സ്, സിംബൽസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഒരു മെഷർമെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പോലെ ആയിരിക്കും ഉണ്ടാക്കി വയ്ക്കുക. അതിനുശേഷം നമ്മളുടെ ആവശ്യത്തിന് നമ്മുടെ യൂസിനനുസരിച്ച് വി ആർ പ്രോസസിങ് ഇറ്റ്. അത് നമ്മൾ പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ ആയി. ആൻഡ് ഹെൽത്ത് കെയർ ഡാറ്റയല്ല നമുക്ക് എന്താ പറയാ ഡിസിഷൻ മേക്കിംഗ്. നമുക്ക് ഭാവിയിലെ ചില കാര്യങ്ങൾ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണം. സോ വി യൂസ് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ നമ്മൾ ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ ആണ് നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഹെൽത്ത് കെയർ ഡാറ്റയാണ് നമ്മൾ ഉപയോഗിക്കില്ല എന്ന് മനസ്സിലായി? കാരണം അത് റോ ഡാറ്റയാണ്. അതിനകത്ത് ഒന്നും എന്താ പറയാ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അത് വരുത്തിയിട്ടില്ല, അത് ക്ലിയർ ചെയ്തിട്ടില്ല, അനലൈസ് ചെയ്തിട്ടില്ല, പട്ടികപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ വെറുതെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് അതിന് നമുക്ക് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ആ ഒരു ഹെൽത്ത് കെയർ ഡാറ്റ ഉപയോഗിക്കാൻ പറ്റില്ല. ഇൻസ്റ്റന്റ് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതിന് പകരം നമ്മൾ അത് പ്രോസസ് ചെയ്ത് ഇൻഫോർമേഷൻ ആക്കി മാറ്റിയിട്ടാണ് ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കുക. ക്ലിയർ ആയോ?
ആ പാരഗ്രാഫ് ഒന്ന് നോക്കിയേ, വായിച്ചു നോക്കിയേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. ആ ഒരു പാരഗ്രാഫ്, ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ ഡിഫൈൻഡ്. വായിച്ചോ? വായിച്ചു കഴിഞ്ഞാലും നോക്കി പറയണേ. ഓക്കെ, അപ്പൊ ഈ ഒരു സെന്റൻസുകൾ അണ്ടർലൈൻ ചെയ്യാം. അതിനകത്ത് ഒരുവിധം സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാനുണ്ട്. The terms healthcare data and healthcare information are often used interchangeably. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഓഫൺ എന്നുള്ളത് വേണ്ട, അത് കഴിഞ്ഞിട്ട് ഉള്ള ഭാഗം തുടങ്ങി ഇന്റർചേഞ്ചബിളി വരെ ഉപയോഗിക്കാം. അല്ല, അണ്ടർലൈൻ ചെയ്യാം. ഇന്റർചേഞ്ചബിളി എന്ന് പറഞ്ഞാൽ മാറി മറിച്ചും ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. ഈ രണ്ട് വാക്കും ഒന്ന് തന്നെയാണെന്ന് വിചാരിച്ചിട്ട്, വാക്കല്ല ഫ്രേസ്. ഹെൽത്ത് കെയർ ഡാറ്റയും ഹെൽത്ത് കെയർ ഇൻഫർമേഷന്റെയും മീനിങ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇന്റർചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഡിഫറൻസ് ഉണ്ട്. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹെൽത്ത് ഡാറ്റ? അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ. അവിടെ പറയും വാട്ട് ഈസ് ഒന്നും വേണ്ട കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ ഈസ്. അതിന്റെ ആ ഒരു ഇത് അവിടെ എഴുതി വെക്കാം കേട്ടോ. അണ്ടർലൈൻ ചെയ്യുന്നത് ഡാറ്റ വരെ. ആ ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ അതിന്റെ ഇടയിൽ പോകും, പക്ഷെ നമ്മളൊരു സെന്റൻസ് പോലെ പഠിച്ചു വെക്കണം. ഹെൽത്ത് ഇൻഫോർമേഷൻ ഈസ് പ്രോസസ്ഡ് ഹെൽത്ത് ഡാറ്റ. ഹെൽത്ത് ഡാറ്റ പ്രോസസ് ചെയ്തതാണ് ഹെൽത്ത് ഇൻഫോർമേഷൻ. അതാണ് അതിന്റെ ഡിഫറൻസ്. അതുകൊണ്ട് ആ രണ്ട് സെന്റൻസ് കൂടി ഒന്ന് ഒരുമിച്ച് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതിന്റെ ഇടയിൽ ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലാന്ന് വിചാരിച്ച് നിങ്ങൾ പഠിക്കും. ഓക്കെ, ഇനി വീണ്ടും ഹെൽത്ത് കെയർ ഡാറ്റ റോ ഫാക്ടുകളാണ്. അതുകൊണ്ട് തന്നെ അത് സ്റ്റോർ ചെയ്യുന്നത് ക്യാരക്ടേഴ്സ്, വേർഡ്സ്, സിംബൽസ്, മെഷർമെന്റ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെയാണ് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അത് അണ്ടർലൈൻ ചെയ്യാം. ഏകദേശം ആ പാരഗ്രാഫ് ഫുള്ളും ഉണ്ട്. അതിന്റെ ഇടയിൽ നിന്ന് ഒരു ഒറ്റ സെന്റൻസ് മാത്രമേ മാറിയിട്ടുള്ളൂ. അടുത്ത സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. വൺ തിങ് അബൌട്ട് ഹെൽത്ത് കെയർ ഡാറ്റ ഈസ് ദാറ്റ് ദേ ആർ ജനറലി നോട്ട് വെരി യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഹെൽത്ത് കെയർ ഡാറ്റയുടെ ഒരു പ്രത്യേകത എന്നുള്ളത് ഡിസിഷൻ മേക്കിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതൊരു ഫ്ലോ ചാർട്ട് പോലെ നിങ്ങൾക്ക് ഇവിടെ തൊട്ട് താഴെ കാണിച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീനില്? ഹെൽത്ത് കെയർ ഡാറ്റ നമ്മള് ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കുന്നില്ല. ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ ആണ് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു ഫ്ലോ ചാർട്ട്, ഒരു അപ്വേർഡ് ഡിറക്ഷനിൽ ഒരു ആരോ മാർക്ക് നമുക്ക് കാണാം. അതിന്റെ ഒരു പ്രോസസ്സിങ് എങ്ങനെയാണ് ഹെൽത്ത് കെയർ ഡാറ്റ എന്തായി മാറുന്നു, എവിടെ നിന്ന് തുടങ്ങി എവിടെയായി എത്തുന്നു. ഹെൽത്ത് കെയർ ഡാറ്റ അറ്റ് ദ ബോട്ടം, ഏറ്റവും താഴെയാണ് ഹെൽത്ത് കെയർ ഡാറ്റ വരുന്നത്. അതിന്റെ തൊട്ട് മുകളിൽ നമ്മൾ അതിനെ പ്രോസസ് ചെയ്ത് എന്താക്കി മാറ്റി, ഹെൽത്ത് ഇൻഫോർമേഷൻ. ആ ഡാറ്റയെ പ്രോസസിങ് നടത്തി ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ ആക്കി മാറ്റി. ആൻഡ് അതാണ് നമ്മളുടെ എന്താക്കുക, നോളജ് അല്ലെ? ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ടുള്ള ഒരു നോളജ്, അറിവ്. എന്നുവെച്ചാൽ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡിസിഷൻ ഉണ്ടാക്കുന്നു. ആ ഡിസിഷൻ ഉണ്ടാക്കുന്നതാണ് നോളജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നോളജ് അറ്റ് ദ ടോപ്പ്, ഏറ്റവും മുകളില് ടോപ്പിലാണ് നോളജ്, ഹെൽത്ത് കെയർ നോളജ് വരിക. ഏറ്റവും എന്താ പറയാ താഴെയാണ്, ബോട്ടമിലാണ് ഹെൽത്ത് കെയർ ഡാറ്റ വരിക. ഹെൽത്ത് കെയർ ഡാറ്റയെ പ്രോസസ് ചെയ്തിട്ടാണ് മിഡിലുള്ള ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ വരിക. നോളജ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ബൈ ജോൺസ്, എ കോമ്പിനേഷൻ ഓഫ് റൂൾസ്, റിലേഷൻഷിപ്പ്, ഐഡിയാസ് ആൻഡ് എക്സ്പീരിയൻസ്. ഇതിന്റെ എല്ലാത്തിന്റെ കൂടി ഒരു ആകെ തുകയാണ്. ഏതിന്റെയൊക്കെ റൂൾസ്? ഒരു ഹോസ്പിറ്റൽസിലെ റൂൾസ്, അതുപോലെ തന്നെ അവിടെ എന്താ പറയാ സ്റ്റാഫും അതുപോലെ തന്നെ പേഷ്യൻസും ഒക്കെ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്സ്, അതുപോലെ തന്നെ അവരുടെ ഐഡിയാസ്, അവരുടെ എക്സ്പീരിയൻസ്, ഇതിന്റെ എല്ലാം കൂടി ഒരു ആകെ തുക, ഒരു കോമ്പിനേഷൻ എന്നാണ് നോളജ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 1997 ജോൺസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോളജിനെ. ഇനി see, this knowledge can be used for decision making. ഈ അറിവാണ്, അതായത് നമ്മൾ ഹെൽത്ത് കെയർ ഡാറ്റയെ പ്രോസസ് ചെയ്ത് ഇൻഫോർമേഷനിലേക്ക് ആക്കി, ആ ഇൻഫോർമേഷൻ നമ്മളുടെ നോളജ് ആക്കി. ആ നോളജ് ഈസ് യൂസ്ഡ് ഫോർ
ഡിസിഷൻ മേക്കിംഗ്. ആ അറിവാണ് നമ്മൾ എന്താക്കുന്നത്, നമ്മളുടെ പല തീരുമാനങ്ങൾ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞേക്കണം. ആ ടേബിൾ തന്നെ ഒന്നുകൂടി ഇങ്ങനെ വീണ്ടും അതിന്റെ ബോട്ടം പിന്നെ മിഡിലൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ അത്. അപ്പൊ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് നോളജ് എന്താണെന്ന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഡെഫിനിഷൻ ഒന്നായി ഇൻവെർട്ടഡ് കോമ വരെയുള്ളത് അണ്ടർലൈൻ ചെയ്യാം. നോളജ് എന്ന് തുടങ്ങി ഇൻഫോർമേഷൻ, സോറി, നോളജ് എന്ന് തുടങ്ങി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്ത ഭാഗം വരെ. അപ്പൊ നോളജ് ആണ് ഹയസ്റ്റ് ലെവലിൽ വരിക. ബോട്ടം ലെവലില് ഹെൽത്ത് കെയർ ഡാറ്റ വരുന്നു, മിഡിൽ ലെവലില് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ വരുന്നു. സോ ഡാറ്റ കളക്റ്റഡ്, അതായത് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഹെൽത്ത് കെയർ ഡാറ്റയാണ്. അതിലൂടെ കുറെ പഠനങ്ങളൊക്കെ നടത്തി ഇറ്റ് ബിക്കംസ് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ ആൻഡ് ഓൾസോ ഇറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു നോളജ്. അത് പുതിയൊരു അറിവായി മാറുന്നു. കാരണം ഞാൻ കുറെ ഡാറ്റ കളക്ട് ചെയ്തു. എന്തെങ്കിലും ഒരു കാര്യത്തിനാണല്ലോ ഞാൻ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, എന്തെങ്കിലും പഠനത്തിന് വേണ്ടിയിട്ടായിരിക്കാം. അപ്പൊ ആ ഡാറ്റ കളക്ട് ചെയ്ത് അത് ഹെൽത്ത് കെയർ ഡാറ്റയായി മാറി. അതിനുശേഷം ഞാൻ എന്റെ ആവശ്യത്തിനനുസരിച്ച് അത് ഉപയോഗിച്ച് അനലൈസ് ചെയ്ത് അതിലൊന്നുകൂടി റിഫൈൻ ചെയ്ത് പ്രോസസ് ചെയ്തെടുത്തു. അതൊരു ഇൻഫോർമേഷനാണ്. ആ ഇൻഫോർമേഷൻ എനിക്ക് എന്താ പറയാ പല രീതിയിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു വഴിയൊരുക്കുന്നു. അതൊക്കെ എന്റെ ഒരു നോളജ്. ആൻഡ് ആ നോളജ് ഐ എം മേക്കിംഗ് ഇറ്റ് പ്രാക്ടിക്കൽ. ആ ഒരു അറിവ്, പുതിയ അറിവ് ഞാനത് പ്രാക്ടിക്കലായിട്ട് പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. മനസ്സിലായ ഒരു പുതിയ അറിവ് പുതിയ കാര്യങ്ങൾക്ക്, പുതിയ ചിലപ്പോ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, ആ ഒരു ചാർട്ട് ഒന്ന് ടിക്കറ്റ് വെച്ചേക്കാം കേട്ടോ. ചാർട്ടിന്റെ ആ ഒരു ഓർഡറോ മറ്റൊക്കെ ചിലപ്പോ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പോകും. ഹെൽത്ത് കെയർ ഡാറ്റ ഇങ്ങനെ ആരോ മാർക്ക് പോകും, ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ വീണ്ടും ആരോ മാർക്ക് പോകും, ഹെൽത്ത് കെയർ നോളജ് ഇതിലേക്ക് പോകും. ചിലപ്പോ ഇങ്ങനെ തന്നെ വരണമെന്നില്ല, ഇങ്ങനെ ആരോ മാർക്ക് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന ഫ്ലോ ചാർട്ട് പോലെയും വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് മെഡിക്കൽ റെക്കോർഡ് വേഴ്സസ് ഹെൽത്ത് റെക്കോർഡ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഹെൽത്ത് കെയർ ഡാറ്റയും ഹെൽത്ത് കെയർ ഇൻഫോർമേഷനും രണ്ടും ഇന്റർചേഞ്ചബിളി ആയിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ കൃത്യമായ അർത്ഥം മനസ്സിലാകാത്തത് കൊണ്ടാണ് അങ്ങനെ ആ ഒരു യൂസേജ് അവർ ചെയ്യുന്നത്. ഹെൽത്ത് കെയർ ഡാറ്റയായിട്ടോ ഇൻഫോർമേഷൻ ആയിട്ടോ പറയാതെ രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അർത്ഥവ്യത്യാസമില്ല, അത് ഉപയോഗിക്കുന്നുണ്ട്. ലൈഫ് വൈസ് അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ് ആൻഡ് ഓൾസോ ഹെൽത്ത് റെക്കോർഡ് ആർ യൂസ്ഡ് ഇൻ ദ സെയിം വേ ഇന്റർചേഞ്ചബിളി. ഇതിന്റെയും അർത്ഥം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം, കമ്പാരിസണോ അല്ലെങ്കിൽ എന്താ പറയാ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഇതും ഇന്റർചേഞ്ചബിളി ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? മെഡിക്കൽ റെക്കോർഡും ഹെൽത്ത് റെക്കോർഡും ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്? ചിലപ്പോൾ ഈ പേഷ്യൻസിന്റെ ക്ലിനിക്കൽ റെക്കോർഡിനെ മെൻഷൻ ചെയ്യാനാണ് ഇവർ ഇത് ഉപയോഗിക്കാം. മെഡിക്കൽ റെക്കോർഡിന് ഉപയോഗിക്കാം, ഹെൽത്ത് റെക്കോർഡിന് ഉപയോഗിക്കാം. പക്ഷേ ഇതിന്റെ അകത്ത് എന്താ പറയാ ചിലപ്പോ ഈ ഇതിന് തമ്മിലുള്ള വ്യത്യാസത്തില് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ, അതായത് നമ്മൾ പറയുന്നത് ഓഫീസ് ഓഫ് നാഷണൽ കോർഡിനേറ്റർ ഓഫ് ഹെൽത്ത് ഇൻഫോർമേഷൻ ടെക്നോളജി ONC, ഈ രണ്ട് കാര്യങ്ങളെ തമ്മിൽ എന്താ പറയാ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നുണ്ട്, വ്യത്യാസം പറയുന്നുണ്ട്. ഇതിന്റെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡും തമ്മിലുള്ള ഡിഫറൻസ് ഈസ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ബൈ ONC, ഓഫീസ് ഓഫ് നാഷണൽ കോർഡിനേറ്റർ. അവരാണ് ഇതിലൊരു ചെറിയ വ്യത്യാസമുണ്ട് എന്ന്, അല്ലെങ്കിൽ ഇത് തമ്മിൽ ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, വ്യത്യാസം ഉണ്ടെന്ന് കണ്ടെത്തിയത്. അവര് എങ്ങനെയാണ് ഡിസ്റ്റിങ്ഷൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പക്ഷെ അതിന് മുമ്പ് ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടാ. The terms medical record and health record are often used interchangeably to describe a patient's clinical record. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അടുത്ത സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. The office of the National Coordinator for Health Information ONC, Information Technology, distinguishes electronic medical record and electronic health records. അവരാണത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്തിരിക്കുന്നത്. ആസ് ഫോളോസ് എന്നുള്ളത് വേണ്ട കേട്ടാ. ആരാണ് അതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കാം. അതുകൊണ്ട് അത് അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ?
യെസ്. സോ നമുക്ക് നോക്കാം. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോണേ. അപ്പൊ എന്താണ് ഈ ONC ഇങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ നമ്മുടെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ, ഒരു വ്യത്യാസം കണ്ടെത്തി? എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത് ദേ ആർ ദ ഡിജിറ്റൽ വെർഷൻ ഓഫ് പേപ്പർ ചാർട്ട്സ്. അതായത് നമ്മുടെ പേപ്പർ ആയിട്ടുള്ള ചാർട്ടുകളൊക്കെ ഡിജിറ്റലൈസ്ഡ് ചെയ്ത് എന്ത് ചെയ്യുക, മാറ്റുന്നു. അതാണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. which contains the medical അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഓഫ് ദ ഹിസ്റ്ററി. ONC കണ്ടല്ലോ, അവിടെ ഉണ്ടല്ലോ, അവിടെ തന്നെ ഉണ്ട്. ഓഫീസ് ഓഫ് കണ്ടില്ലേ, ഇപ്പോൾ നമ്മളുടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ഓഫീസ് ഓഫ് നാഷണൽ കോർഡിനേറ്റർ ഫോർ ഹെൽത്ത് ഇൻഫർമേഷൻ ടെക്നോളജി ആണ്. ഓക്കെ, അപ്പൊ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടത്, ഹിസ്റ്ററി ഓഫ് പേഷ്യൻസ്. ഓക്കെ, ഒരു സിംഗിൾ പ്രാക്ടീസിൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു ഹോസ്പിറ്റൽസിനകത്ത് വരുന്ന പേഷ്യൻസ്, അവരുടെ ഹിസ്റ്ററി, അവരുടെ ട്രീറ്റ്മെന്റ്, അവരുടെ മെഡിക്കൽ സർവീസസ് എന്തൊക്കെയാണോ അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ പേപ്പർ റെക്കോർഡ്സ് അല്ല, ഡിജിറ്റലൈസ്ഡ് വേർഷൻ ആണ്. അപ്പൊ ഡിജിറ്റൽ രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതെന്തിനാണ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഡിജിറ്റലൈസ്ഡ് ഫോം ഓഫ് പേപ്പർ ചാർട്ട്സ് ഉപയോഗിക്കുന്നത്? അതിന്റെ കാര്യങ്ങളും അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. For what purpose they are using this electronic medical records? ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്തിനു ഉപയോഗിക്കുന്നു എന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ഒന്നാമത്തെ, ട്രാക്ക് ഡാറ്റ ഓവർ ടൈം. എപ്പോ വേണമെങ്കിലും അവരുടെ ഡാറ്റയെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ, അത് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഏതെങ്കിലും പേഷ്യൻസിന്റെ ചില കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയണം. സോ അതൊക്കെ എനി ടൈം, ഏത് സമയത്ത് നമുക്കത് ട്രാക്ക് ചെയ്ത് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകൾ സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? അല്ലാതെ ചിലപ്പോ പേപ്പർ റെക്കോർഡൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് ഷെൽഫിൽ നിന്ന് അത് എവിടെ ഇരിക്കുന്നു, ഏത് ഫയലിൽ വെച്ചിരിക്കുന്നു, അത് കണ്ടെത്താനും ഒക്കെ ഒരുപാട് ഡിലേ വരുന്നുണ്ട്. പക്ഷെ ഇലക്ട്രോണിക്കലായിട്ടുള്ള ഈ മെഡിക്കൽ റെക്കോർഡുകൾ ഡിജിറ്റലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഈസി ടു ട്രാക്ക്. എളുപ്പം നമുക്കത് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിന്റെ. അടുത്തത്, ഈസിലി ഐഡന്റിഫൈ വിച്ച് പേഷ്യൻസ് ആർ ഡ്യൂ ഫോർ പ്രിവെന്റീവ് സ്ക്രീനിങ്സ് ഓർ ചെക്കപ്സ്. എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ ആരൊക്കെയാണ്, എന്താ പറയാ, അടുത്ത ഏത് പേഷ്യന്റിനെ ചെക്കപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് പേഷ്യന്റ് ആണ് അടുത്ത സ്ക്രീനിങ്ങിന് വേണ്ടി റെഡിയായി നിൽക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ചിലപ്പോ എന്തെങ്കിലും പ്രിവെൻഷൻസ് എന്തെങ്കിലും തടയാനുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യാനുണ്ടോ, പേഷ്യൻസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഈസിലി ഐഡന്റിഫൈ ചെയ്യാനും ഇത്തരം മെഡിക്കൽ റെക്കോർഡുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏത് പേഷ്യന്റിനെയും അറ്റ് എ ടൈം ഏത് സമയത്ത് നമുക്ക് എളുപ്പം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ചെക്ക് ഹൗ ദ പേഷ്യൻസ് ആർ ഡൂയിങ്, അതായത് അവരുടെ പേഷ്യൻസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെ അവർക്ക് കൊടുത്തിരിക്കുന്ന അവരുടെ മരുന്നുകളും മറ്റു കാര്യങ്ങളും, അല്ലെങ്കിൽ ഏതെങ്കിലും ചില പാരാമീറ്റേഴ്സിന്റെ ബേസിസിൽ ചിലപ്പോ ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, BP നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, വാക്സിനേഷൻസ്, ഇതൊക്കെ ചെക്ക് ചെയ്യുക. ഇതൊക്കെ എങ്ങനെ അവരിൽ റിയാക്ട് ചെയ്യുന്നു, പേഷ്യൻസ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹൗ ദ റിയാക്ട്, അവരുടെ സ്ഥിതി എന്താണ്, ഇതൊക്കെ ചെക്ക് ചെയ്യാൻ. ഇതും എളുപ്പം ചെക്ക് ചെയ്യാനായിട്ട് EMR ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് കൊണ്ട് ഹെൽപ്ഫുൾ ആണ്. മോണിറ്റർ ആൻഡ് ഇംപ്രൂവ് ഓവറോൾ ക്വാളിറ്റി, മൊത്തത്തിലുള്ള ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ. ഏതാ മൊത്തത്തിലുള്ള ക്വാളിറ്റി? പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസസിന്റെ കാര്യത്തിലായിക്കോട്ടെ, അവരെ കെയർ ചെയ്യുന്ന രീതിയിലായിക്കോട്ടെ, ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഇതിനെ കുറിച്ച് ഒരു ഓവറോൾ ഇംപ്രൂവ്മെന്റുകൾ വരുത്താനും മോണിറ്റർ ചെയ്യാനും നമ്മളുടെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ഡിജിറ്റലൈസ്ഡ് വേർഷൻ ഓഫ് പേപ്പർ ചാർട്ട്സ്. ഡിജിറ്റലൈസ്ഡ് വേർഷൻ ആണ് പേപ്പർ ചാർട്ടുകളുടെ EMR അല്ലെങ്കിൽ EMRS. ഒരു S സ്മോൾ ലെറ്റർ ആണ് കേട്ടോ. എസിന് അവിടെ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുന്നില്ല, ബിക്കോസ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്നതിന്റെ S ആണത്. മനസ്സിലായി? അല്ലാണ്ടുള്ള S അല്ല, അത് ഓർത്തിരിക്കുക. അപ്പൊ ഒരു സിംഗിൾ പ്രാക്ടീസില്, ഒരു സിംഗിൾ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന പേഷ്യൻസിന്റെ ഹിസ്റ്ററിയും മറ്റു കാര്യങ്ങളൊക്കെ, ട്രീറ്റ്മെന്റ് ബന്ധപ്പെട്ടത്, മെഡിക്കൽ സംബന്ധമായിട്ടുള്ളതെല്ലാം EMR ഉൾപ്പെട്ടിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ വാട്ട് പർപ്പസ്, EMR എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് 4 കാര്യങ്ങൾ പറയുന്നത് ഏതൊക്കെയാ? ട്രാക്ക് ഡാറ്റ ഓവർ ടൈം, ഏത് സമയവും നമുക്ക് ഡാറ്റ ട്രാക്ക് ചെയ്യാൻ വേണ്ടി. ഈസിലി ഐഡന്റിഫൈ ദ പേഷ്യൻസ് ഫോർ പ്രിവെന്റീവ് സ്ക്രീനിങ്സ് ഓർ ചെക്കപ്സിനോ അല്ലെങ്കിൽ പ്രിവെന്റീവ് സ്ക്രീനിങ്ങിനോ ഒക്കെ വേണ്ടിയിട്ടുള്ള പേഷ്യൻസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ചെക്ക് ഹൗ പേഷ്യൻസ് ആർ ഡൂയിങ് ഓൺ സർട്ടൻ പാരാമീറ്റേഴ്സ്. ചില പാരാമീറ്റേഴ്സ് നോക്കുമ്പോ, അതായത് ആ പാരാമീറ്റേഴ്സ് പറയുന്നുണ്ട്, ബ്ലഡ് ചെക്കപ്പ്, ബ്ലഡ് പ്രഷർ റീഡിങ്സ്, വാക്സിനേഷൻസ്, അതൊക്കെ എങ്ങനെയാണ് പേഷ്യൻസ്
ഫോളോ ചെയ്യുന്നത്, അതിന്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് മോണിറ്റർ ആൻഡ് ഇംപ്രൂവ് ഓവറോൾ ക്വാളിറ്റി ഓഫ് കെയർ, നമ്മുടെ ക്വാളിറ്റി ഓഫ് കെയർ ഇംപ്രൂവ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇതിനൊക്കെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അത്രയും 4 പോയിന്റ്. ഓക്കെ, സോ ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു ഓർഗനൈസേഷനിൽ നിന്നും മറ്റൊരു ഓർഗനൈസേഷൻസിലേക്കൊന്നും അങ്ങനെ പാസ് ചെയ്യുന്ന കാര്യമല്ല. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത് അവിടുത്തെ ഹോസ്പിറ്റൽസിൽ അത്തരം ഇൻഫോർമേഷൻസ് ഹാവ് ടു ബി കെപ്റ്റ്, സംതിങ് ഹാസ് ടു ബി കെപ്റ്റ് കോൺഫിഡൻഷ്യൽ. ചിലപ്പോൾ അവിടെ അതൊക്കെ വളരെ സീക്രട്ട് ആയിട്ടൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഹോസ്പിറ്റൽസിനകത്ത് തന്നെയാണ് അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഇനി പേഷ്യൻസ് റെക്കോർഡ്സ് ചിലപ്പോൾ എന്ത് ചെയ്യും, പ്രിന്റ് ആയിട്ടൊക്കെ ആളുകൾ എടുക്കും. അത് പക്ഷെ ചെയ്യുന്നത് ചിലപ്പോൾ പ്രിന്റ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ മെയിൽ ചെയ്ത് ഏതെങ്കിലും ഡോക്ടേഴ്സിനൊക്കെ ഫോർവേഡ് ചെയ്യാനുണ്ടെങ്കിൽ, ചിലപ്പോൾ ചില സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിലേക്കൊക്കെ കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ തന്നെ, ആ ഒരു ഓർഗനൈസേഷനിൽ തന്നെ, ആ ഒരു ഹോസ്പിറ്റൽസിനകത്ത് ആ ടീമിലേക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ ട്രാൻസ്ഫർ ചെയ്യും. അല്ലാതെ ഒരു ഓർഗനൈസേഷന്റെ പുറത്തേക്കൊന്നും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഹാൻഡ് ഓവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻ ദാറ്റ് റിഗാർഡ് EMR ആർ നോട്ട് മച്ച് ബെറ്റർ ദാൻ പേപ്പർ റെക്കോർഡ്സ്. അതുകൊണ്ട് EMR എന്ന് പറയുന്നത് എന്തല്ല, ഒരു ബെറ്റർ പേപ്പർ റെക്കോർഡ് പോലെ ബെറ്റർ അല്ല. കാരണം അതിങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നില്ലല്ലോ. ചിലപ്പോൾ പ്രിന്റ് ഔട്ടുകൾ അതും ഉള്ളിൽ തന്നെ മാത്രം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്. അതിനാ പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് പാരഗ്രാഫില്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? അത് നമ്മൾ വായിച്ചു നോക്കിയാൽ മതി. ആ 4 പോയിന്റുകൾ ഒന്ന് ടിക്കിട്ടേക്കാം. EMRSന്റെ ആ പേപ്പർ ചാർട്ട്, ഡിജിറ്റൽ വേർഷൻ ഓഫ് പേപ്പർ ചാർട്ട് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തേക്കാം. പിന്നെ അതിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളതും പറഞ്ഞിട്ട്, ആൻഡ് EMR കണ്ടെയ്ൻസ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി ഓഫ് പേഷ്യൻസ് വിത്തിൻ എ സിംഗിൾ പ്രാക്ടീസ് എന്നുള്ളത് അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. ആദ്യത്തെ 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം, പിന്നെ 4 പോയിന്റ് ബാക്കി വായിച്ചു നോക്കിയാൽ മതി. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയത്. EMRന്റെ ഫുൾ ഫോം ആവശ്യമുണ്ട്. EMRും EHRും. അപ്പൊ EMRനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ONC ഡിസ്റ്റിങ്വിഷ് ചെയ്തത് എന്ത് വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നു. ഏതില്? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സും നമ്മൾ ഡിഫറൻഷിയേറ്റഡ് ആണ്, ഡിസ്റ്റിങ്വിഷ്ഡ് ആണ്, രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് താഴെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് മുതൽ നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ എടുക്കാം. കൂടുതൽ എടുക്കുന്നില്ല, 2 മിനിറ്റ് 3 മിനിറ്റ് ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഇത്രയും വരെ വായിച്ചു നോക്കുക അല്ലെ. അതില്ലേ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് വായിച്ചെത്തില്ല എന്ന് മാത്രമല്ല, ആ പഠിപ്പിച്ച അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ സെന്റൻസുകൾ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ചു നോക്കണം. അപ്പൊ അതുകൊണ്ട് അവിടെ നിർത്താണ്, കൂടുതലായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ നന്നായി വായിച്ചിട്ടൊക്കെ വരിക. അടുത്ത ദിവസം നമുക്ക് കാണാം. ഓക്കെ, സീ യു. ബൈ. Thank you.